ആത്മാവ് പ്രവാചക തിരുമേനിയെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം, മുഹമ്മദ് നബി ലോകം കീഴടക്കിയത്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയത് വാളുകൊണ്ടല്ല, വറ്റാത്ത കാരുണ്യത്തിന്റെ ഉറവ കൊണ്ടാണ് എന്ന് പറഞ്ഞു വെച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യ ജീവിതത്തിന്റെ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ ആ കാരുണ്യം വറ്റിപ്പോകുന്നിടത്താണ് അപകടങ്ങൾ സംഭവിച്ചു പോകുന്നത്. അത് ജാതിയുടെ പേരിലാണെങ്കിലും, മതത്തിന്റെ പേരിലാണെങ്കിലും, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും, അതിരുകളുടെ പേരിലാണെങ്കിലും, അതിർത്തികളുടെ പേരിലാണെങ്കിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് കരുണ വറ്റിപ്പോകുന്നു എന്നുള്ളതിന്റെ പേരിലാണ്. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഗാസയിലൊക്കെ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിന്റെ വേദനിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ചെറിയ പിഞ്ചു പൈതങ്ങൾ വിശന്ന് മരിക്കുന്നതിന്റെ വാർത്തകൾ എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ നിഷ്കളങ്കമായ ബാല്യം കടന്നു പോകുന്നതിന്റെ തീരാത്ത വേദനകൾ നമ്മുടെ മുമ്പിൽ വാർത്തകളായും ചിത്രങ്ങളായും ഒക്കെ വന്ന് പറയുമ്പോൾ ഭരണകൂടങ്ങളുടെ, ഭരണാധികാരികളുടെ മനസ്സിലും ഈ പറയുന്ന കരുണ വറ്റിപ്പോകുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നാടിന്റെ സമാധാനത്തെ, സ്വസ്ഥ ജീവിതത്തെ കെടുത്തുമ്പോൾ ഏത് ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും എല്ലാം പരസ്പരം വെച്ചു പുലർത്തേണ്ട സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സഹിഷ്ണുതയുടെ, കരുണയുടെ അതിന്റെ പാഠങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക സംഗമത്തിലേക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഇത് ഒരു വിശ്വാസി സംഘടിപ്പിക്കുന്ന ചടങ്ങാണെങ്കിലും ഇതൊരു പൊതു ഇടമായി മാറുന്നത് ആ ചടങ്ങിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉദ്ദേശശക്തിയും കൊണ്ട് തന്നെയാണ്. പ്രവാചകനെ അനുസ്മരിക്കുമ്പോൾ, പ്രവാചകനെ ഓർക്കുമ്പോൾ, പ്രവാചകന്റെ ഓർമ്മകളിലൂടെ നമ്മുടെ വാക്കുകൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അനേകം ചിത്രങ്ങളിൽ, അനേകായിരം നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കപ്പെടുന്നത് എന്താണ്? വളരെ ലളിതമായി ചിന്തിച്ചാൽ, അനാഥനായ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പറയുമ്പോൾ കുഞ്ഞു മനസ്സിന്റെ നൊമ്പരത്തിന് പോലും കാണുന്ന പ്രാധാന്യം എത്ര വലുതായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കും. മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് എന്നുള്ളത് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെയും കരുണ തന്നെയാണ്, കാരുണ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി ഉയർത്തി കാണിക്കപ്പെടുന്നത്. അതെല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും